എന്ത് പ്രശ്നമുണ്ടായാലും കേരളം കാതോർത്തിരിക്കുന്നത് ഒരു നേതാവിന്റെ പ്രതികരണം അറിയാനാണ്. പ്രായമേറുന്തോറും നിലപാടുകൾക്കും കടുപ്പം കൂടുന്നതാണ് ഈ നേതാവിനെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാക്കുന്നത്. ഈ നേതാവിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ. ഇത്തവണ VS സജീവമായി പ്രചാരണ രംഗത്തുണ്ട് അഥവാ ഉണ്ടാകും. എന്തിന്റെ പേരിലാണ് CPM-ന് ജനങ്ങൾ, CPM-നായാലും ഇടതുമുന്നണിക്കായാലും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ അഴിമതിയും വിലക്കയറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നടപടികളും മറ്റ് ജനദ്രോഹ നടപടികളെയും പോലെ തന്നെ സംസ്ഥാന ഭരണം കേരളം, ഇന്ത്യയുടെ തെക്കേയറ്റമായിട്ടുള്ള കേരളം, എല്ലാ സാധനങ്ങൾക്കും അമിതമായ വിലക്കയറ്റവും മറ്റു സാധനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങി ജീവിക്കേണ്ടവരാണ് കേരളത്തിലെ സാധാരണക്കാരെന്നുള്ളത് കൊണ്ട് ഏറ്റവുമേറെ ദുരിതമനുഭവിക്കുന്നതും വില കയറിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്താണ്. ഉദാഹരണത്തിന് 32 രൂപ ഉണ്ടായിരുന്ന പെട്രോളിൻ്റെ വില ഇപ്പോൾ 76 രൂപയാണ്. 2.5 ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഡീസലിന് 22 രൂപയായിരുന്നു, ഇപ്പോൾ 56 രൂപയാണ്. അങ്ങനെ തൊട്ടതിനൊക്കെ വില കയറ്റത്തിന് വിധേയരായി കഴിയുന്ന ഒരു ജനതയാണ് കേരളത്തിൽ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ അതിരൂക്ഷമായ വിലക്കയറ്റം, ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അതുപോലെ തന്നെ BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന പ്രശ്നം CPM-ന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രശ്നങ്ങൾ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനമില്ലേ? ദേശീയ രംഗത്തെ ഈ പ്രശ്നവും അതാത് സംസ്ഥാനത്തെ പ്രശ്നങ്ങളുമാണ് ഈ പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുത്തക പത്രങ്ങൾക്ക് ഈ വലിയ വൻകിടക്കാരായിട്ടുള്ള ആളുകൾ നൽകുന്ന പ്രാധാന്യവും പരസ്യച്ചെലവും പരസ്യക്കൂലിയുമൊക്കെ കൊടുത്ത് അവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ മൂന്നാമത് ബദലായിട്ട് വളർന്നു വരുന്ന പാർട്ടിയെ തമസ്കരിക്കുക എന്നുള്ള സമീപനവും ഇവരുടെ പണത്തിൻ്റെ ഹൂങ്ക് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത്, ഇടതുവിരുദ്ധ വികാരമാണ് ഉള്ളതെന്ന് പറയുന്നു. അത് അങ്ങനെ വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സാധനം വില കയറുന്നത് വാങ്ങിക്കഴിഞ്ഞാൽ ആ ജനവിഭാഗങ്ങൾ പിന്നെ ഭരണവിരുദ്ധ വികാരങ്ങളല്ലാതെ പിന്നെ എന്ത് വികാരങ്ങളാണ് അവർക്ക് ഉണ്ടാകേണ്ടത്? കേരളത്തിലെ കാര്യം പറഞ്ഞാൽ സോളാർ വിവാദം, UDF മുന്നണിക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഘട്ടത്തിൽ അതൊരു സജീവ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഇടതുമുന്നണിക്ക് കഴിയും? വളരെ ശക്തമായിട്ടുള്ള നിലയിൽ തന്നെയല്ലേ അത് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇടതുമുന്നണി ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലുള്ള കോടതികൾ തന്നെ ഈ പിന്നെ 450 കോടി രൂപയുടെ സലീം രാജിൻ്റെ അഴിമതി അത് ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് കേരള ഹൈക്കോടതി തന്നെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ ഫലമായി സലീം രാജിനെയും അയാളുടെ കൊട്ടേഷൻ കൂട്ടുകാരെയും നാട്ടുകാരാണ് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. പോലീസുകാർക്ക് മുഖ്യമന്ത്രിയുടെ ആശ്രിതനായിട്ട് ഗൺമാനായിട്ട് നടന്നയാളെന്നുള്ള നിലയിൽ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടാകാതെ വന്നതുകൊണ്ട് ജനങ്ങൾ പിടിച്ചിട്ട് പിന്നെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഉത്തരവാദിത്വം മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സലീം രാജിനെ പോലുള്ള ജിക്കുമോൻ, പാവം പയ്യൻ എന്നിങ്ങനെയുള്ള എത്രയോ ആളുകളാണ് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കൊടിയ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നതും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതും. അപ്പോഴതുകൊണ്ട് ജനങ്ങൾ സഹികെട്ടിരിക്കുകയാണ്. ഇതാണ് 2.5 കൊല്ലത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി. അങ്ങനെ കേന്ദ്രവും കേരള സംസ്ഥാന ഭരണാധികാരികളും കൂടെ ജനങ്ങളെ കൂട്ടമായി ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കൊള്ളുകില്ലാത്ത ഭരണത്തെ അധികാരത്തിന് തൂത്തെറിഞ്ഞാലല്ലാതെ രക്ഷയില്ല എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിനും പ്രവർത്തനങ്ങളും എല്ലാമായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇടതുപക്ഷം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യമാവുകയും വേണം. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം,
പിണറായി വിജയനെ തൊട്ടാൽ കേരളം കത്തും എന്ന് ഒരു CPM നേതാവ് പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ CPM-ന് ഗുണമുണ്ടാകില്ല, പറയുന്ന നേതാവിന് ഗുണമുണ്ടാകില്ല, പിണറായി വിജയന് ഗുണമുണ്ടാകില്ല. ഇതൊരു കാര്യം. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരൻ മണ്ണാങ്കട്ടയാണെന്ന് മറ്റൊരു നേതാവ് പറയുന്നു. ഇത്തരത്തിലുള്ള പറച്ചിലുകൾ CPM-നായാലും ഇടതുമുന്നണിക്കായാലും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കില്ല എന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇതെല്ലാം ഒരു വ്യാഖ്യാനങ്ങളാണ്. CPIM-ആണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്നുള്ള വലിയ വ്യാപകമായ പ്രചരണം നടക്കുക. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ചന്ദ്രശേഖരന്റെ വധവുമായി CPIM-ന് യാതൊരു ബന്ധവുമില്ല, അഥവാ ആരെങ്കിലും അതിൽ ബന്ധപ്പെട്ടതായി വന്നാൽ അവർ ഈ പാർട്ടിയിലുണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ സംവിധാനം ഏർപ്പാട് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായി CPIM-ലെ ഒരു നേതാവ് കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രശേഖരനെ വധിച്ചു എന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് ആ വസ്തുത പുറത്തു പറയുകയും അതിലേർപ്പെട്ടയാളെ, അവൻ്റെ പേര് KC രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുകയുമാണ് ചെയ്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് എത്രയോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെല്ലാം തന്നെ കുഴിച്ചു മൂടുകയും മറച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ ഓൺ ചെയ്തുകൊണ്ട് അതിന് വിധേയരായിട്ടുള്ള ആളുകളെ പുറന്തള്ളുന്ന സമീപനം CPIM അല്ലാതെ മറ്റേതെങ്കിലും ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇതിന് സമാനമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ സ്നേഹിതൻ കറസ്പോണ്ടന്റിനോട് CPM നടത്തിയ അന്വേഷണത്തിനോട് VS അച്യുതാനന്ദന് പൂർണ്ണ തൃപ്തിയാണോ ഇപ്പോൾ ഉള്ളത്? കണിശമായും മറ്റൊരു പാർട്ടിക്കും കഴിയാത്ത ഒരു കാര്യം CPIM ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ കണിശമായും മാതൃകാപരം എന്നുള്ള നിലയിൽ തന്നെ വിശേഷിപ്പിക്കണം. മൊത്തം 3 പേരാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലുള്ളത്. അതിൽ ഒരാൾക്കെതിരെ മാത്രമേ നടപടിയെടുത്തിട്ടുള്ളൂ. ഇനിയും 2 പേർ. അതെ, അതെല്ലാം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞാൽ കൂടുതൽ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ പുറത്തു പറയുക തന്നെ ചെയ്യും. അങ്ങനെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ കാണിക്കുന്ന തെറ്റുകൾ കണ്ടുപിടിച്ചത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അവരെ തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കീഴ്വഴക്കമെങ്കിൽ, സഹപ്രവർത്തകരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ കശാപ്പ് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് പോയാൽ അങ്ങനെയുള്ളവരെ ഈ പാർട്ടി വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതാണ് CPIM-ന്റെ നിലപാട്. VS അച്യുതാനന്ദൻ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ ചില നിലപാടുകൾ എടുക്കുകയും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ ഒരു വ്യത്യസ്ത നിലപാട് ഉണ്ടാകില്ല. ഇനിയിപ്പോൾ അതിന് പരിഹാരം എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ വേണ്ടത് ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കാരും കഷ്ടപ്പാടും അഴിമതിക്ക് വിധേയരുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ UPA ഗവൺമെന്റിന്റെയോ അതേപോലെ തന്നെ NDA ഗവൺമെന്റ് RSS BJP സംഘങ്ങൾ ചേർന്നുണ്ടാക്കുന്നതിൻ്റെയോ ആപത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യത്തിലായിരിക്കും ഞങ്ങളെല്ലാം തന്നെ ജനങ്ങളെ അണിനിരത്താനും പ്രവർത്തിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടില്ലായിരുന്നു എങ്കിൽ RMP ഒരുപക്ഷെ തിരിച്ച് ഇടതുപക്ഷത്തേക്ക് തന്നെ വരുമായിരുന്നു. CPM-ഓ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊന്നും ഗണിതം വെക്കാൻ ഞാൻ ആളല്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യം, CPM 15 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇതിൽ 5 പേർ സ്വതന്ത്രരാണ്. ഇപ്രാവശ്യമാണ് ഇത്തരത്തിൽ അധികം സ്വതന്ത്രരെ കാണുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്താണ്? പാർട്ടികളുടെ പ്രതിനിധികളല്ലാതെ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളെ കോൺഗ്രസിലെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾക്കെതിരായി ജനങ്ങൾ തന്നെ സ്വയം കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ ഏറ്റവും അപകടകരമായ സ്ഥിതിയെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾ പറയുന്നതിനേക്കാൾ ശക്തമായ നിലയിൽ ഓരോ സ്ഥലത്തും ചില വ്യക്തികളായിട്ടുള്ള ആളുകൾ പറയുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 4 or 5 സീറ്റുകളിൽ സ്വതന്ത്രന്മാരെ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുൻപ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്നപ്പോഴും അതിനുശേഷവും CPM-ഉം CPI ഒക്കെ പിന്തുണച്ച ചില സ്ഥാനാർത്ഥികളുണ്ട്. VR കൃഷ്ണയ്യർ, ഡോക്ടർ AR മേനോൻ, ജോസഫ് മുണ്ടശ്ശേരി, പിന്നീട് സുബ്രഹ്മണ്യം പോറ്റി. ഈ ഒരു നിരയിലേക്ക് നിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണോ ഇപ്പോൾ വന്നിരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി? ഓരോ കാലത്തും ഓരോ രൂപത്തിലാണ്. 1957 എന്ന് പറയുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളോ കമ്മ്യൂണിസ്റ്റ് അഭിപ്രായഗതിയെ ആദരിക്കുന്നവരോ ആയിട്ടുള്ള VR കൃഷ്ണയ്യർ, മുണ്ടശ്ശേരി മാസ്റ്റർ, AR മേനോൻ തുടങ്ങിയ ആളുകളെ അന്നും ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ മത്സരിച്ചപ്പോൾ വലിയ ആക്ഷേപമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ 2014 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ആനുകാലികമായ പ്രശ്നങ്ങളോട് സാധാരണ ജനങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയും കൈക്കൊള്ളുന്ന സമീപനത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി അപര്യാപ്തമായ നിലയിൽ കോൺഗ്രസിൻ്റെ തന്നെ മറ്റു പാർട്ടികളുടെ തന്നെ പ്രതിനിധികൾ ശോഭിക്കാത്ത സ്ഥലത്ത് അവിടെ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ പൊതുജനങ്ങൾ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പുച്ഛിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായി വരേണ്ടതെന്നുള്ള നിലയിലുള്ള അഭിപ്രായം രൂപവത്കരിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിനെ അറിയിച്ചാൽ ഞങ്ങൾ അതനുസരിച്ച് ജാതി നോക്കാതെ മതം നോക്കാതെ അങ്ങനെയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കി അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റ് കേസാണ് ഈ തെരഞ്ഞെടുപ്പ്. VS, ഈ കാര്യത്തിൽ യഥാർത്ഥത്തിലുള്ള ഇടതുമുന്നണി രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു അടവാണ് ഇത് എന്ന വിമർശനം വന്നിട്ടുണ്ട്. VS ഇന്ന് മാത്രമല്ല, അത് അന്നും വന്നതാണ്. 1957 ഇങ്ങനെ സ്വതന്ത്രന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മത്സരിച്ച അവസരത്തിൽ അന്നും വന്നിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ജോയ്സ് ജോർജ്, ക്രിസ്റ്റി ഫെർണാണ്ടസ്, ഫിലിപ്പോസ് തോമസ് തുടങ്ങിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവർ മുൻനിലകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ അവര് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലേക്ക് CPIM-നെ പിന്തുണയ്ക്കുകയും അവരുടെ പാർട്ടി അവർ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് അതേപോലുള്ള മറ്റു പാർട്ടികൾ അവരിൽ നിന്നുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവരുടെ പിന്നിലാണ് ജനങ്ങൾ അണിനിരക്കുന്നത്. ഈ പല CPM-കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷെ VS-ന് പോലും ഈ പറയുന്ന പല സ്ഥാനാർത്ഥികളെ നേരിട്ട് പോലും അറിവില്ലാത്ത സ്ഥാനാർത്ഥികളാണ്. VS-ന് ഇതിനകത്ത് എത്ര പേര്? അല്ലാതെ അതെല്ലാം തന്നെ അവരിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രദേശത്തുള്ള ജനങ്ങൾ ബന്ധപ്പെട്ടിട്ട് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നവർ, ജില്ലാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നവർ, സ്റ്റേറ്റ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നവർ, അവരുടെ എല്ലാം തന്നെ അറിയിപ്പുകൾ പിന്നീട് എന്നെ അറിയിക്കാനൊക്കെ ഉള്ളൂ. ആ നിലയിൽ അറിയിച്ചിട്ടുണ്ട്. അത് ആ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ 35 വർഷമായി ചുവന്ന കൊടി പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടൊപ്പം നടന്ന RSP ഈ മുന്നണി വിട്ടുപോയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി പ്രവർത്തകരെയും അതുപോലെ തന്നെ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നവരുടെയും ആത്മവിശ്വാസം തകർത്തു എന്നതൊരു വാസ്തവമല്ലേ? അത് ശരിയല്ല. കാരണം അത് നിങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിഹീനമാക്കുന്നതിന് വേണ്ടി കാപ്പും കെട്ടി നിൽക്കുന്നവർക്ക് മജ്ജ നൽകാൻ തക്ക വിധത്തിലുള്ളൊരു ചോദ്യമാണ് അതിൽ വന്നിരിക്കുന്നത്. അല്ലാതെ RSP എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, സെക്രട്ടേറിയറ്റിൽ രാപ്പകൽ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് സരിത എസ് നായരുടെ അഴിമതിക്കെതിരായ പോരാട്ടം നടത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ പിണറായി വിജയൻ്റെയും പന്ന്യൻ രവീന്ദ്രൻ്റെയും എല്ലാം അടുക്കൽ കിടന്നുറങ്ങിയിരുന്ന പ്രേമചന്ദ്രൻ രാവിലെ നോക്കിയപ്പോൾ കാണുന്നില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് KPCC പ്രസിഡന്റിനെ കൈകോർത്ത്, ചാണ്ടിക്ക് കൈകോർത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു വാർത്തകൾ വന്നത്. ഇത് പിറ്റേ ദിവസം നടക്കുന്നൊരു സംഭവമായിരിക്കില്ല. അതിനു മുമ്പേ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സംസ്ഥാന ഭരണവും അധികാരത്തിൽ തുടരുന്നത് ശരിയല്ല എന്നുള്ള ശക്തമായ അഭിപ്രായം വന്നാൽ ഇപ്പോഴുള്ള സീറ്റിൻ്റെ കൂടെ 2 സീറ്റ് കൂടെ നിർത്താൻ തക്ക വിധത്തിലുള്ള കൂടിയാലോചന ദിവസങ്ങൾക്ക് മുമ്പേ നടന്നുകൊണ്ടിരുന്ന് കാണണം എന്നാണ് എത്തിച്ചേരാൻ കഴിയുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അതെല്ലാം ചിന്തിക്കാനും വഴി കാണാനും കഴിയുമെന്നാണ് എൻ്റെ. പക്ഷേ NK പ്രേമചന്ദ്രൻ ഇപ്പോഴും കൊല്ലത്ത് പറയുന്നത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി VS ശ്രമം നടത്തിയിരുന്നു എന്നാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞുടനെ തന്നെ ഞാൻ പ്രേമചന്ദ്രനെ അങ്ങോട്ട് വിളിച്ചു. VS വരാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, പിന്നെ പോലെ ചില കാര്യങ്ങളിലൊക്കെ തീർച്ചയാകാൻ
പോകുന്ന സന്ദർഭത്തിൽ VSനെ കാണുന്നത് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല, അത് അദ്ദേഹത്തെ അറിയിച്ചേക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം പിന്നെ പ്രേമചന്ദ്രനും അതേപോലുള്ള RSPയിലെ ആളുകളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ തന്നെയായിരുന്നു ഞാനുണ്ടായിരുന്നത്. പക്ഷേ അവർ പിണറായി വിജയനും സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സായിട്ട് CPIMൻ്റെ ആളുകളും അവരുടെ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും എനിക്കുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് പ്രേമചന്ദ്രൻ മനസ്സിലായിട്ടുണ്ട്. ഈ പ്രേമചന്ദ്രന്റെ നിലപാട് മാറ്റത്തെ കഴിഞ്ഞ ദിവസം VS കൊല്ലത്ത് വെച്ച് വളരെ സരസമായ ഭാഷയിൽ തന്നെ എന്നാൽ രൂക്ഷമായി വിമർശിച്ചു. പക്ഷേ CPM അതിന് ബദലായി പ്രതിരോധമായി കൊണ്ടുവന്നത് ബാബു ദിവാകരനെ ആ വേദിയിൽ കൊണ്ടുവന്നു. ബാബു ദിവാകരൻ ഈ വേദിയിൽ വന്നതോടുകൂടി 5ാമത്തെ തവണയുള്ള കാലുമാറ്റമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ബാബു ദിവാകരൻ എന്ത് വിശ്വാസ്യതയാണുള്ളത്? അതെ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളിൻ്റെ കൂടെ ആളുകൾ അണിനിരന്ന് പ്രേമചന്ദ്രനെ സഹായിച്ചുകൊണ്ട് സിന്ദാബാദ് വിളിക്കാതെ ഈ പ്രേമചന്ദ്രൻ്റെ ഈ പോക്ക് കാലുമാറ്റമാണ് എന്ന് പറയാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ആശയത്തിനേക്കുന്ന മുതുകത്തുള്ള ഒരടിയാണ് എന്നുള്ളത് കൊണ്ട് ബാബു ദിവാകരനെ നിങ്ങളിപ്പോൾ ഉദാഹരിക്കാത്തതാണ് എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷമവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് VSനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണോ? തിരിച്ചുവരവിൻ്റെ പ്രശ്നമൊന്നുമല്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പും ഈ തവണ തെരഞ്ഞെടുപ്പും അല്ല. ചില അഴിമതിയുടെ കാര്യത്തെ സംബന്ധിച്ച് CNDG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് മൻമോഹൻ സിംഗ് കെട്ടിച്ചമച്ച അഴിമതിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, CNDGയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ അഴിമതിയാണത്. അത് CNDGമാർ ഏതെല്ലാം സന്ദർഭത്തിൽ റിപ്പോർട്ട് പാർലമെൻറ്റിലെയും അസംബ്ലിയിലെയും മെമ്പർമാരുടെ അഴിമതികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമായിട്ട് തന്നെയാണ് അവസാനം വരെ വരുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് കേസുകൾ കൊല്ലങ്ങളായി നടക്കേണ്ടി വരും. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അത് സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ സ്വീകരിച്ച നിലപാടിന് അനുകൂലമായിട്ട് അല്ല ഞാൻ ഒരു നിലപാടെടുത്തത്, അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് അവരെന്നോട് പറഞ്ഞു VS അങ്ങനെ വരുമ്പം പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനത്തെ അനുകൂലിക്കാത്ത സ്ഥിതിയിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഞാൻ പറഞ്ഞ് പോളിറ്റ് ബ്യൂറോ എന്നെ ഒഴിവാക്കിക്കോളൂ, എന്നെ ഒരു സാധാരണ പാർട്ടി മെമ്പറായിട്ട് കരുതുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാനെപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CNDGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആധികാരികമായി ഗവൺമെൻറ്റിന് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ കൂടെയാണ് ഞാൻ. അങ്ങനെ എന്നെ പിന്നെ പാർട്ടിയിലെ സാധാരണ മെമ്പറാക്കുകയല്ല ചെയ്തത്, സെൻട്രൽ കമ്മിറ്റിയിൽ നിലനിർത്തി. അതാണ് തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ല. അത് ഓരോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വതന്ത്രമായ അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ കാര്യങ്ങളടക്കം VS പറഞ്ഞത്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അത് ചന്ദ്രശേഖരന്റെ പ്രശ്നത്തിലും ഇതേപോലുള്ള പ്രശ്നത്തിലും എല്ലാം തന്നെ എനിക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയേണ്ടതായി വന്നിട്ടുണ്ട്. അതിനെല്ലാം കാര്യങ്ങളുണ്ട്. കാര്യകാരണസഹിതം ഞാൻ ഓരോ അവസരത്തിലും അതൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലെ SNC ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ അന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണോ VSന്റെ ഇപ്പോഴത്തെ നിലപാട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള നിലപാട്? അത് ഇപ്പോൾ കോടതിയിൽ ഒരു വിധി വന്നല്ലോ. SNC ലാവ്ലിനെ പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് വളരെ ലോവർ കോർട്ട്, CBIയുടെ ലോവർ കോർട്ട് അവരെല്ലാം തന്നെ വിടുതൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി. ആ ആക്ഷേപത്തിൻ്റെ പിന്നെ കഥയില്ലായ്മയാണല്ലോ ഇത് വരുന്നത് എന്നുള്ളത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ അഭിപ്രായഗതി തിരുത്തുന്നു. അതേ സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് ഇനി മേൽക്കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അതിലെല്ലാമുള്ള കോടതിയുടെ വിധികൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ SNC ലാവ്ലിൻ അഴിമതി കേസിൽ പെട്ടു, അഴിമതിക്കാരനാണ് എന്ന് എല്ലാവരും പറയുന്നു. VS അച്യുതാനന്ദൻ ഇപ്പോൾ എന്താണ് കരുതുന്നത്? പിണറായി വിജയൻ അഴിമതിക്കാരനാണോ SNC ലാവ്ലിൻ കേസ്? SNC ലാവ്ലിനെ സംബന്ധിച്ച് കോടതി വിജയനെ വെറുതെ വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം അഴിമതിക്കാരൻ ആണ് എന്ന് പറഞ്ഞുകൂടാ. അത് സംബന്ധിച്ച് മറ്റ് കേസുകളോ കാര്യങ്ങളോ ഒക്കെ വന്ന് അത് തുടങ്ങിയാൽ അപ്പോൾ അത് സംബന്ധിച്ചുള്ള അഭിപ്രായം അപ്പോൾ പറയും. പാർട്ടിയുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി VS എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ VS വീണ്ടും പോളിറ്റ് ബ്യൂറോയിൽ എത്തും. പക്ഷേ അതൊക്കെ വെറും
എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ബൂർഷ്വാ പത്രങ്ങളുടെ ആശ്രിതന്മാരും കറസ്പോണ്ടൻസുമായിട്ടുള്ള ആളുകൾ തൊടുത്തുവിടുന്ന അമ്പുകളാണത്. അതൊന്നും തന്നെ എൻ്റെ മുമ്പ് ചിലവാകാൻ പോണില്ല. പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരിച്ചു വരുന്ന അത്ര വലിയൊരു കാര്യമല്ല. വിഎസിന്റെ നിലപാടുകളാണ് പ്രധാനം. എൻ്റെ നിലപാടുകളാണ് പ്രധാനം. പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. പാർട്ടിക്ക് വിഎസിനെ വേണം, വിഎസിന് പാർട്ടിയെയും വേണം. ഇത് രണ്ടു കൂട്ടർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നിങ്ങളെപ്പോലുള്ള കറസ്പോണ്ടൻസിൻ്റെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ പൂർണ്ണമായി ഉത്തരം കിട്ടിയില്ലെന്നിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ പത്രത്തിൻ്റെ ആശയഗതിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കൊണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും നടന്നിരിക്കില്ല. പക്ഷെ മാധ്യമങ്ങൾ മാത്രമാണ് വിഎസും ചില കാര്യങ്ങൾ വിഎസിന്റെ നിലപാടുകൾ പുറത്തു വരണമെന്നില്ല. ഉണ്ട്. അത് സത്യസന്ധമായി കൊടുക്കുന്ന ആൾക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അന്ന് വോട്ട് ചെയ്തു കഴിഞ്ഞ് വിഎസ് പറഞ്ഞു അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നീട് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ദിവസം വിഎസ് കെ രമയെ കാണാൻ പോയി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും വിഎസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു പക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാകാം. അങ്ങനെ ഒരു ആശങ്ക തോന്നിയാൽ അതിന് അടിസ്ഥാനമുണ്ടോ? ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും. കഴിഞ്ഞ തവണത്തെ പോലെ മനസാക്ഷി വോട്ട് ചെയ്യാനായിരിക്കും വിഎസ് പറയുക? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാനാണ്. അതിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അങ്ങനെ ഈ രാഷ്ട്രത്തെ ദുർവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെയും അതേപോലെ തന്നെ വർഗീയ പാർട്ടികളുടെ പ്രതിനിധികളെയും തുന്നം പാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ള ശക്തിയായ അഭിപ്രായം അവിടെ വന്നുകൂടിയിട്ടുള്ള എല്ലാ വോട്ടർമാരോടും പറയും. വിഎസിനെതിരെ പാർട്ടിയിൽ പല കാര്യങ്ങളിലും വിമർശനം ഉണ്ടാകാറുണ്ട്. ചില നേതാക്കളെങ്കിലും പുറത്ത് പരസ്യമായി കുത്തുവാക്കുകളും പറയും. പക്ഷേ ഇതേ നേതാക്കൾക്കെല്ലാം തെരഞ്ഞെടുപ്പാകുമ്പോൾ വിഎസിനെ വേണം. അങ്ങനെ ആ നേതാക്കൾ വിഎസിനെ വിളിക്കുകയും ആവശ്യപ്പെടുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരികയും വേണം എന്നൊക്കെ പറയുമ്പോൾ വിഎസിന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലെന്താ തോന്നുന്നത്? ഇതെല്ലാം നിങ്ങൾ എന്നെ ഒരു അവസരവാദിയായിട്ട് ചിത്രീകരിക്കാനുള്ള ഭംഗ്യം തിരയണയുള്ള ചോദ്യങ്ങളാണ്. അതല്ല, ഞാൻ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. അല്ല, നേതാക്കൾ വിഎസിനെ വന്ന് ആവശ്യപ്പെട്ടു. അതെങ്ങനെയാ? നേതാക്കളുടെ പേര് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ആ തരത്തിൽ തമ്മാനമാടാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. നടക്കാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യവുമല്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രതീക്ഷ എന്താണ്? ഇടതുമുന്നണിയുടെ പ്രതീക്ഷ കോൺഗ്രസിനെയും BJP വർഗീയ ശക്തികളെയും തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾക്ക് ആകാവുന്നത്ര പ്രതീക്ഷ നൽകുന്ന ഒരു ഫലമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നു, കേരളത്തിലും ദേശീയ തലത്തിലും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ വിഎസിന് പാർട്ടിയുടെ അതേ നിലപാടുകളായിരിക്കുമോ ഉണ്ടാവുക, അതോ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവുമോ? അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നല്ലാതെ വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 20 നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. അവിടെ പോകുന്നത് മന്ത്രോദാനല്ല. നിയമസഭയിലായാലും പാർട്ടിയിലായാലും ശരിയായ പക്ഷത്ത് നിൽക്കാൻ വിഎസിന് ദീർഘനാൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി.